കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗമരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഒരുമിച്ച് ധ്യാനിക്കുവാൻ ഇപ്രകാരം കർത്താവ് ഒരുക്കിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പുതിയ ദിവസം നമുക്ക് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ആരംഭിക്കാം. നമ്മളെ എല്ലാ സത്യത്തിലും വഴി നടത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ കൂരിരുട്ട് നിറഞ്ഞ ജീവിതപാതയിൽ നമുക്ക് വെളിച്ചം പകരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അന്ധകാരപൂരിതമായ ലോകത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വെളിച്ചമുള്ള മക്കളായിട്ട് ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. നാം കഴിഞ്ഞ 3 എപ്പിസോഡുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യം അവകാശമാക്കാത്തവർ. ആരാണ് ദൈവരാജ്യം അവകാശമാക്കാത്തത്? അല്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇന്ന് അതിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. ചിന്തയ്ക്ക് ആധാരമായി കഴിഞ്ഞ എപ്പിസോഡുകൾ വായിച്ച അതേ വാക്യം, ഗലാത്യർ 5:21, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പിന്നെയും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ ഈ വക പ്രവർത്തിക്കുന്നവർ എന്ത് ചെയ്യത്തില്ല? ദൈവരാജ്യം അവകാശമാക്കത്തില്ല. നമുക്കറിയാം, അതിദ്രുതം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഭാഷ, വേഷം, ആചാരം, സംസ്കാരം എന്നിവയിലൊക്കെ ഇന്ന് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാറ്റത്തിൻ്റെ കുതിച്ചുചാട്ടമാണെന്ന് നടക്കുന്നത്. കാലത്തിൻ്റെ കൊടുങ്കാറ്റിൽപ്പെട്ട ആദർശങ്ങളും സങ്കല്പങ്ങളും പഴയ ശീലങ്ങളുമൊക്കെ ഇന്ന് കടപുഴകി വീണിരിക്കുകയാണ്. മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റടിച്ചിട്ട് പഴയ തലമുറ മുറുകെ പിടിച്ചിരുന്ന ആത്മീയ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഇന്നത്തെ തലമുറ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മനുഷ്യരാശിയുടെ നന്മയ്ക്കുതകുന്നതും ദൈവവചനത്തിന് കീഴ്പ്പെടുന്നതുമായിട്ടുള്ള മാറ്റങ്ങൾ നല്ലതാണ്. മനുഷ്യൻ്റെ നന്മയ്ക്കുതകുന്നതും ദൈവവചനത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നല്ലതാണ്. എന്നാൽ ദൈവവചനത്തെ കവച്ച് വെച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ അത് നമ്മളെ നാശത്തിലേക്ക് തള്ളിയിടുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ്. എന്തുദ്ദേശത്തോടെ സൃഷ്ടിച്ചത്? ഫ്രം നത്തിങ് ഗോഡ് ക്രിയേറ്റഡ് യു ഫോർ എ പർപ്പസ്. ഇഫ് യു ഡോണ്ട് ഫുൾഫിൽ ദി പർപ്പസ് ഓഫ് ഗോഡ്, ടു നത്തിങ് യു വിൽ ഗോ ബാക്ക്. എന്താ മനസ്സിലായി? ഫ്രം നത്തിങ് ഗോഡ് ക്രിയേറ്റഡ് യു ഫോർ എ പർപ്പസ്. ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മെ ഒരു വലിയ ദൗത്യത്തിനായിട്ട് സൃഷ്ടിച്ചു. ഇഫ് യു ഡോണ്ട് ഫുൾഫിൽ ദി പർപ്പസ് ഓഫ് ഗോഡ്, നാം ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ നമ്മുടെ ജീവിതത്തിലൂടെ നിർവഹിക്കുന്നില്ല എങ്കിൽ, ടു നത്തിങ് യു വിൽ ഗോ ബാക്ക്, നാം ഒന്നുമില്ലായ്മയിലേക്ക് മടങ്ങിപ്പോകും. നാം ഒന്നുമില്ലാത്തവരായിട്ട് മാറും. അപ്പം ദൈവം നമ്മെ ഒരു വലിയ ഉദ്ദേശത്തോടായി ഭൂമിയിൽ ആക്കിയിരിക്കും. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കണം. അതിന് നാം എന്ത് ചെയ്യണം? ആത്മസ്വഭാവമുള്ളവരായിട്ട് മാറണം. ജഡത്തിൻ്റെ സ്വഭാവങ്ങളോട് വിട പറയണം. ദൈവത്തിന് സ്തോത്രം. അപ്പം ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളും ചിന്തകളുമാണ് ദൈവത്തിൻ്റെ നമ്മിലുള്ള ഉദ്ദേശം നമ്മിൽ പൂർത്തീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. എന്നാൽ ജഡത്തിൻ്റെ ചിന്തകളും പ്രവർത്തനങ്ങളുമാണ് നമ്മിൽ പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? തിരുവചനം ഇങ്ങനെ പറയുന്നു, റോമർ 8:7, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. അപ്പം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് മനുഷ്യനെന്ന് വശംവദനാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം നീങ്ങിപ്പോയെന്നും മാറിപ്പോയെന്നും ഒക്കെ പറയുന്ന ഒരുവന് എങ്ങനെ അതിന് കീഴ്പ്പെടാൻ സാധിക്കും? ഇപ്പം ഇന്ന് പലരും പഠിപ്പിക്കുന്നതാണ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണം മാറിപ്പോയി, നീങ്ങിപ്പോയി. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവർക്ക് ആ പ്രമാണത്തിന് ഒരിക്കലും കീഴ്പ്പെടുവാനായിട്ട് സാധ്യമല്ല. അപ്പം ജഡീക പ്രവൃത്തികൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വർദ്ധിച്ചിരിക്കുന്നു. തിരുവചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഞാനിപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പം
ദൈവത്തിൻ്റെ കൽപ്പനകൾ വേണ്ട, മാറിപ്പോയി, നീങ്ങിപ്പോയി, അതനുസരിക്കേണ്ടതില്ല എന്നൊക്കെ പഠിപ്പിച്ച് അവസാനം ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ദൈവകൽപ്പനകളിൽ നിന്നും അകന്ന് ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് വശംവദനായി ഇന്ന് സമൂഹം ജഡത്തിൻ്റെ പ്രവൃത്തികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ചോദ്യം, ഏത് വക പ്രവർത്തിക്കുന്നവർ? ഗലാത്യർ 5:19 മുതൽ 21 വരെ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വരക്കൂത്ത് എന്നിവ എന്ന വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ പിന്നെയും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പം സ്വർഗരാജ്യം അവകാശമാക്കാത്തവർ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണല്ലോ ഈ ദിവസങ്ങൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്ന ജഡത്തിൻ്റെ പ്രവർത്തികളെ കുറിച്ചാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ദുർനടപ്പും അശുദ്ധിയും 2 ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദുഷ്കാമം എന്ന ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്താണ് ദുഷ്കാമം? എന്താണ് ദുഷ്കാമം? ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ദുഷിച്ച ആഗ്രഹം. ദുഷിച്ച, കാമം ആഗ്രഹം, ദുഷ്കാമം ദുഷിച്ച ആഗ്രഹം. അപ്പം പരിധിക്ക് പുറത്തുള്ളത്, നിയന്ത്രിപ്പാൻ കഴിയാത്തത് തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ ഈ വാക്കിന് ഉണ്ടെങ്കിലും ലൈംഗികതയോട് ബന്ധപ്പെട്ട് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു. നമ്മൾ ഗലാത്യ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ വിവാഹത്തിന് പുറത്തുള്ള ലൈംഗികത അന്നത്തെ സമൂഹത്തിൻ്റെ പാപമല്ലായിരുന്നു. അന്നത്തെ സമൂഹത്തെ അനുവദിച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. കാരണം ശരീരം കൊണ്ട് എന്ത് ചെയ്താലും അതൊന്നും അവരുടെ നിത്യതയെ ബാധിക്കത്തില്ല എന്ന ചിന്തയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. എന്നാൽ തിരുവചനം ഇതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. തിരുവചനം എന്താ പറയുന്നത്? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ലോത്തിൻ്റെ കാലഘട്ടത്തിലെയും നോഹയുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഈ ദുഷ്കാമം ആയിരുന്നു, തെറ്റായ ആഗ്രഹം. അതുകൊണ്ടാണ് ദൈവം ആ പട്ടണങ്ങളെ നശിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. റോമാലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. റോമർ 1:27. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക ഭോഗം വിട്ട് ആണോ അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. എത്ര കൃത്യമാണ്! അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക ഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇന്ന് ആണും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കുന്ന പള്ളികളുണ്ട്, അതിന് പുരോഹിതന്മാരുണ്ട്. പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുപ്പിക്കുന്ന പള്ളികളും പുരോഹിതന്മാരുമുണ്ട്. എന്ന് പറഞ്ഞാൽ ലോത്തിൻ്റെ കാലഘട്ടത്തെയും നോഹയുടെ കാലഘട്ടത്തെയും വഷളത്വം ഇന്നത്തെ തലമുറയിൽ പെരുകിയിരിക്കുക. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അന്ന് തീ ഇറക്കി ദൈവം സോദോം ഗൊമോറയെ ചുട്ടുകരിച്ചെങ്കിൽ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അഗ്നി ഇറങ്ങാൻ സമയമായി എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന ഈ മ്ലേച്ഛമായ പാപം. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ നമുക്കറിയാം, ആ ലോകത്തിൽ വസിച്ച ലോത്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയെന്നാണ് എഴുതിയിരിക്കുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയി. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 7-8 വാക്യം. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. അപ്പോൾ ലോത്ത് എന്ത് പറ്റി? സൊദോം ഗൊമോറയെ പാർത്ത് പുള്ളി അവിടുത്തെ ദുഷ്കാമ പ്രവൃത്തി കണ്ടങ്ങ് വലഞ്ഞു പോയെന്ന് എഴുതിയിരിക്കുന്നത്. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞു പോയ ലോത്ത്. അപ്പോൾ അധർമ്മത്തിനും ദുഷ്കാമത്തിനും പേരുകേട്ട പട്ടണങ്ങളായിരുന്നു സൊദോം ഗൊമോറ പട്ടണങ്ങൾ. അനീതിയിലും വഷളത്വത്തിലും ജഡീക ഉല്ലാസത്തിലും മുഴുകി പാപപ്രവർത്തികൾ ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗം ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ദഹിച്ചുപോയി, കത്തിച്ചാമ്പലായിപ്പോയി. ആ പട്ടണങ്ങൾ ഇല്ലാതെയായിപ്പോയി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ തീയിൽ 2 പട്ടണങ്ങൾ നശിച്ച് വെണ്ണീറായിപ്പോയെന്ന് വചനം പറയുന്നു. അപ്പോൾ ലോത്തിൻ്റെ കാലഘട്ടം പോലെ തന്നെ ദുഷ്കാമ പ്രവൃത്തികൾക്ക് പേരുകേട്ട ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശരിയല്ലേ?
ആണോടാണും പെണ്ണോട് പെണ്ണും അവലക്ഷണമായത് പ്രവർത്തിക്കുന്ന കാലഘട്ടം. 90 വയസ്സുള്ള വൃദ്ധയും 3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞും മാനഭംഗത്തിനിരയാകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടമെങ്കിൽ അത് ലോത്തിൻ്റെ കാലഘട്ടത്തെക്കാൾ, നോഹയുടെ കാലഘട്ടത്തെക്കാൾ വാശളത്വം നിറഞ്ഞ കാലഘട്ടമായി മാറിയിരിക്കുന്നു. ഇതിൽ പരം എന്ത് തെളിവ് വേണം? വർത്തമാന പത്രങ്ങളൊന്നും നിവർത്തി നോക്കിക്കേ, ദൃശ്യമാധ്യമങ്ങൾ നോക്കിക്കേ. ഓരോ ദിവസവും പീഡനത്തിൻ്റെ വാർത്തയില്ലാത്ത ദിവസങ്ങളുണ്ടോ? ദുഷിച്ച പ്രവണതകൾ വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടം. ലജ്ജയായതിൽ മാനം തോന്നുന്ന തലമുറ. ഇന്ന് ലജ്ജയായത് ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. ഒരു കാലത്ത് അയ്യേ എന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് ഹായ് എന്ന് പറയുന്ന കാലഘട്ടമായി മാറിയിരിക്കുക. എന്ന് പറയാൻ ലജ്ജയായതിൽ മാനം തോന്നുന്ന തലമുറ, വഷളത്വം നിറഞ്ഞ ഒരു തലമുറയിൽ നാം ജീവിക്കുകയാണ്. ഈ തലമുറയുടെ ചില പ്രത്യേകതകൾ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നുണ്ട്. റോമാലേഖനം 1-ാം അധ്യായം 29 മുതൽ 31 വരെ. റോമർ 1 29 മുതൽ 31 വരെ എന്താ വായിക്കുന്നത്? അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും നിറഞ്ഞവർ, ദുർബുദ്ധി, അസൂയ, കുല, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവികനായം അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടി ചെയ്യുന്നു. നോക്കി, ഈ തലമുറയുടെ പ്രത്യേകത കണ്ടോ? അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരെന്നുള്ള ദൈവത്തിൻ്റെ ന്യായം അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരെ പ്രസാദിക്കുക കൂടി ചെയ്യുന്നു. എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. അപ്പം ഇന്നത്തെ തലമുറ വളരെ വളരെ ദുഷിച്ച മ്ലേച്ഛത നിറഞ്ഞ തലമുറയായിട്ട് മാറിയിരിക്കുന്നു. അപ്പം ദുഷ്കാമ പ്രവർത്തികൾ ഏറ്റവും അധികം പെരുകിയിരിക്കുന്ന ഒരു തലമുറയിലാണ് ഞാൻ ജീവിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങളും വർത്തമാന പത്രങ്ങളും പുറത്തുവിടുന്ന വാർത്തകൾ ദൈവഭയമുള്ള ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ഞെട്ടലുളവാക്കുന്ന വാർത്തകളാണ്. നാം തിരുവചനം പഠിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായിരുന്ന ദാവീദ് വീണുപോയതും ഈ പാപത്തിലാണ്. നമ്മൾ വിചാരിച്ച ദാവീദിൻ്റെ ഈ ചരിത്രമൊക്കെ എന്തിനാ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയത്? ദാവീദിനോ ആ വീഴ്ച പറ്റി, നമുക്ക് ആ വീഴ്ച പറ്റാതിരിക്കാനാ അത് എഴുതി വച്ചിരിക്കുന്നത്. ദാവീദ് വീണുപോയതും ഇതേ പാപത്തിൽ. നമ്മൾ ശമൂവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ ദാവീദ് ഈ ദുഷ്കാമമെന്ന പാപത്തിൽ വീണ് വ്യഭിചാരിയായി കൊലപാതകനായിട്ട് മാറിയ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ശമൂവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് ചോദിക്കുന്നൊരു സുപ്രധാനമായ ചോദ്യമുണ്ട്. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവിടുത്തേക്ക് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഹിത്യനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തുവല്ലോ. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തത് കൊണ്ട് വാൾ ഒരിക്കലും നിൻ്റെ ഗൃഹത്തെ വിട്ടുമാറുകയില്ല എന്ന് യഹോവ നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനോട് പറഞ്ഞു. അപ്പം നോക്കിക്കേ, വളരെ സുപ്രധാനമായൊരു കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാഥാൻ ദാവീദിനോട് എന്താ ചോദിച്ചത്? നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവിടുത്തേക്ക് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഹിത്യനായ ഊരിയാവിനെ നീ വാൾ കൊണ്ട് കൊല്ലിച്ചിട്ട് അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചിട്ട് ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീ എന്നെ നിരസിച്ച് എൻ്റെ കൽപ്പനകളെ നിരസിച്ച് എനിക്കിഷ്ടമില്ലാത്തത് ചെയ്തതുകൊണ്ട് വാൾ നിൻ്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറത്തില്ല. ദാവീദിന് ഏറ്റവും വലിയ ശാപം ഉണ്ടായി. പ്രിയമുള്ളവരെ, ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയെ കണ്ട് മോഹിച്ചു. ഊരിയാവിനെ വാൾ കൊണ്ട് കൊന്നു. അവൻ്റെ ഭാര്യയെ തനിക്ക് ഭാര്യയായിട്ടെടുത്തു. ഒരു ദിവസം ബേത്ശബ കുളിക്കുന്ന രംഗം ദാവീദ് തൻ്റെ മാളികയുടെ കിളിവാതിൽ കൂടെ നോക്കിക്കണ്ടു. മോഹം, 10 കൽപ്പനയിലെ 10ാമത്തെ കൽപ്പന, മോഹിക്കരുത്.
കൂട്ടുകാരൻ്റെ ഭാര്യയും അവൻ്റെ ദാസനെയും ദാസിയെയും കാളയും കഴുതിയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ മോഹമെന്ന പാപം ദാവീദിൽ ഉടലെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായി പാപം ചെയ്തു. വാക്യം 9 പറയുന്നു, നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവിടുത്തേക്ക് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഇപ്പം ന്യായപ്രമാണ കാലത്ത് നമുക്കറിയൊരു വ്യക്തി വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെടുമ്പോഴാണ് അവനെ വ്യഭിചാരിണി എന്ന് മുദ്ര കുത്തുന്നത്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പരീശന്മാരും ശാസ്ത്രിമാരും എന്താ പറഞ്ഞത്? ഇവളെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അങ്ങ് ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 5, 6, 7 തുടങ്ങിയ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ശരിയായ 10 കൽപ്പനകളുടെ ശരിയായ വിശദീകരണം കർത്താവ് അവിടെ നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായി 5:28 യേശു എന്താ പറഞ്ഞത്? മത്തായി 5:28 ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പം ന്യായപ്രമാണ കാലത്ത് വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെടുമ്പോഴാണ് വ്യഭിചാരിണി എന്നല്ല വ്യഭിചാരി എന്ന് വിളിക്കുന്നത്. എന്നാൽ യേശു എന്ത് പഠിപ്പിച്ചു? 10 കൽപ്പനകളുടെ ശരിയായ വ്യാഖ്യാനത്തിൽ വ്യഭിചാരം ചെയ്യരുതെന്നുള്ള കൽപ്പനയെ യേശു ക്രിസ്താവ് നീക്കിക്കളയല്ല ചെയ്തത്, പിന്നെയോ അതിനെ നിവർത്തിച്ചു, ഫുൾഫിൽഡ്. അതിനെക്കുറിച്ചുണ്ടായിരുന്ന പകുതി അറിവിനെ കർത്താവ് ഫുൾഫിൽ ചെയ്തു, പൂർണ്ണമായിട്ട് നിറച്ചു. വ്യഭിചാരം കർമ്മത്തിൽ ഏർപ്പെടുന്നത് മാത്രമല്ല വ്യഭിചാരം, പിന്നെയോ ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പോൾ യേശു വന്ന് കൽപ്പന എടുത്ത് ദൂരെ കളഞ്ഞില്ല, പിന്നെയോ ആ കൽപ്പനയുടെ അർത്ഥവ്യാപ്തി വർദ്ധിപ്പിച്ചു, ഫുൾഫിൽഡ്, നിവർത്തിച്ചു. ഇത് തിരിച്ചറിയാത്ത ആളുകൾ ആ കുത്തിയിരുന്നുകൊണ്ട് പറയുന്നത്, യേശു വന്ന് കൽപ്പനയെല്ലാം നിവർത്തിച്ചു, നമ്മൾ ഇനി അതനുസരിക്കേണ്ടെന്ന്. വിവരദോഷികളുടെ നാടായിട്ട് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. യേശു കൽപ്പനയെ നിവർത്തിച്ചു, ഫുൾഫിൽ. പകുതിയുണ്ടായിരുന്ന അറിവിനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ യേശു എന്താ പറഞ്ഞത്? തെറ്റായ ആഗ്രഹത്തോടെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും ഒരു സ്ത്രീ ഒരു പുരുഷനെയും നോക്കുമ്പോൾ അത് വ്യഭിചാരമാണ്. പ്രത്യേകിച്ച് പ്രവൃത്തിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, തെറ്റായ ആഗ്രഹം തന്നെ. നമുക്കറിയാം, ദാവീദ് ബത്ശേബയെ തെറ്റായ ആഗ്രഹത്തോടെ നോക്കി. അതിൻ്റെ ഫലമായിട്ട് 7-ാമത്തെ കൽപ്പന ലംഘിച്ചു, വ്യഭിചാരം ചെയ്തു. അനന്തരഫലമായിട്ട് കൊലപാതകം എന്ന അടുത്ത കൽപ്പന ലംഘനം. അതുകൊണ്ടാണ് വചനം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ന്യായപ്രമാണം മാറിപ്പോയെന്ന് പറയുന്ന പുള്ളികൾ കേട്ടോണം. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. എന്താ കാരണം? അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കാത്തതാണ്. അപ്പോൾ ഈ ജഡീക പ്രവൃത്തികളെല്ലാം എവിടേക്ക് നയിക്കും? ന്യായപ്രമാണത്തിൻ്റെ ലംഘനത്തിലേക്ക്, 10 കൽപ്പനകളുടെ ലംഘനത്തിലേക്ക് നയിക്കും. ദാവീദ് മോഹം, ദുഷ്കാമം, തെറ്റായ ആഗ്രഹം തോന്നി, മോഹമെന്ന 10-ാമത്തെ കൽപ്പന. അനന്തരഫലമായിട്ട് എന്ത് ചെയ്തു? 7-ാമത്തെ വ്യഭിചാരമെന്ന കൽപ്പന ലംഘിച്ചു. അനന്തരഫലമായിട്ട് 6-ാമത്തെ കൊല ചെയ്യരുതെന്നുള്ള കൽപ്പനയിലേക്കും ലംഘനത്തിലേക്കും പോയി. അപ്പോൾ നോക്കിക്കേ, അതുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നത്, ഈ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മോട് പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? ദുഷ്കാമം എന്ന ജഡത്തിൻ്റെ പ്രവൃത്തിക്ക് നാം വശംവദരാണോ? മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. അപ്പം മനുഷ്യന് നമ്മുടെ പുറമേയുള്ളത് കാണാനേ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പാപത്തിൻ്റെ ദുഷിച്ച പ്രവണതകൾ, പാപത്തിൻ്റെ ദുഷിച്ച അവസ്ഥകൾ, നാറുന്ന അനുഭവങ്ങൾ ആര് കാണുന്നു? ദൈവം നോക്കുന്നു. മനുഷ്യൻ പുറമേയുള്ളത് കാണുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നമുക്കറിയാം, ഐസ് കട്ട വെള്ളത്തിൽ കിടന്നാൽ അതിൻ്റെ 90% വെള്ളത്തിനുള്ളിലായിരിക്കും, 10% മാത്രമേ പുറത്ത് കാണത്തുള്ളൂ. ഇതുപോലെയാണ് മനുഷ്യ ജീവിതവും. നമ്മുടെ ജീവിതത്തിൻ്റെ 90% മറ്റുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല, 10% മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എന്നാൽ ദൈവം
ആ 90% കൂടെ ഉൾപ്പെടുന്ന നമ്മുടെ ചിന്താ മണ്ഡലത്തെ വരെ ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും നമ്മുടെ ചിന്താ മണ്ഡലം മാറിയിരിക്കുന്നില്ല. അപ്പോൾ എല്ലാ പാപത്തിൻ്റെ ഉത്ഭവം എവിടെയാണ്? നമ്മുടെ ഹൃദയമാണ്. ദാവീദിൻ്റെ നോട്ടത്തിൽ, ചിന്തയിൽ പാപം ഉദിച്ചു. അത് പ്രവൃത്തിയിലേക്ക്, ദൈവകൽപ്പനകളുടെ ലംഘനത്തിലേക്ക് നയിക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ട് വചനം നമ്മോട് പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇപ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് 15 കൂട്ടം ജഡത്തിൻ്റെ പ്രവൃത്തികളെ വിശദീകരിച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ ഒരു കാരണവശാലും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഈ 15 കൂട്ടം പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകത്തില്ല? ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. കാരണം എന്താണ്? ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് വിരോധമാണ്. ഇതെന്ത് ചെയ്യും? ദൈവകൽപ്പനകളുടെ ലംഘനത്തിലേക്ക് നമ്മളെ നയിക്കും. അങ്ങനെ നാം ദൈവരാജ്യത്തിന് പുറത്താകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം. എന്താ? കർത്താവേ, ജഡത്തിൻ്റെ പ്രവൃത്തികളെ, എഫെസ്യർ അധ്യായം 22 മുതൽ 24 വായിക്കുമ്പോൾ, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി വിശുദ്ധിയിലും നീതിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കണം. നാം പുതിയ മനുഷ്യരായിട്ട് മാറണം. ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനാകണം. നമ്മെ മാറ്റുവാൻ, നമ്മെ വിശുദ്ധീകരിക്കുവാൻ, നമ്മെ കഴുകുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. അവിടുന്ന് നമുക്ക് വേണ്ടി, നമുക്ക് പകരക്കാരനായി കാൽവറിയിൽ മരിച്ചു. അവിടുത്തെ രക്തത്താലുള്ള കഴുകൽ നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ദുഷ്കാമമെന്ന ജഡത്തിൻ്റെ പ്രവൃത്തിക്ക് വശംവദരാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നല്ലൊരു തീരുമാനമെടുക്കാം. കർത്താവേ, യോബ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? നമ്മെ തന്നെ മുറ്റുമായി ദൈവത്തിൻ്റെ യാഗപീഠത്തിന്മേൽ സമർപ്പിക്കുവാൻ, പൂർണ്ണമായൊരു സമ്പൂർണ്ണ സമർപ്പണം, കംപ്ലീറ്റ് സറണ്ടറിങ്, കംപ്ലീറ്റ് കീഴ്പ്പെടൽ, പൂർണ്ണമായൊരു കീഴ്പ്പെടൽ ഉണ്ടാകുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വക പ്രവർത്തിക്കുന്നവർ ആരും ദൈവരാജ്യത്തിൽ പോകത്തില്ലെങ്കിൽ അത് പ്രവർത്തിച്ച് എന്ത് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നു? നമുക്ക് വിശുദ്ധിയിൽ മുന്നേറുവാനുള്ള കൃപ കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ലൊരു സമർപ്പണത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ വിടുവിക്കും. നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരകൻ കർത്താവാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അടിയങ്ങളെ ബോധ്യപ്പെടുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, വചനത്തിനനുസൃതമായ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കണമേ. ലോകത്തിൻ്റെ നിയമങ്ങളും ലോകത്തിൻ്റെ മാലിന്യങ്ങളും ലോകത്തിൻ്റെ കൽപ്പനകളും ലോകത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് അടിയങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമായ പാതയിലൂടെ സഞ്ചരിക്കുന്നവരായിട്ടല്ല, ദൈവവചനത്തിനനുസൃതമായി വിശുദ്ധിയിൽ മുന്നേറുവാൻ അടിയങ്ങളെ സഹായിക്കണം. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. രോഗികളായി ഭാരപ്പെടുന്ന അനേകർ അടിയനെ കേൾക്കുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ കരം, സൗഖ്യത്തിൻ്റെ കരം തൊടുമാറാകണമേ. കർത്താവേ, കടബാധ്യതകളാൽ ഭാരപ്പെടുന്ന അനേകർ കേൾക്കുന്നുണ്ടല്ലോ. അവിടുത്തെ കരം ശക്തമായി വ്യാപരിക്കണമേ. മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ. അവിടുത്തെ ആശ്വാസവും സമാധാനവും നൽകണമേ. ജീവിതത്തിൻ്റെ പലവിധമായ ആകുലതകളിൽ നീറുന്ന വ്യക്തിജീവിതങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം കനിവുണ്ടാകണമേ കർത്താവേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഏറ്റവും നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വളരുവാൻ, കർത്താവിൻ്റെ നല്ല സാക്ഷികളായി ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.
ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.